യൂട്രസ് റിമൂവലിന് ശേഷം സാധാരണ അനുഭവപ്പെടുന്ന ആ ഒരു ബാക്ക് പെയിൻ വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. ആ ബെഡ് റെസ്റ്റ് എടുക്കേണ്ട ആ ഒരു സ്റ്റേജിൽ എപ്പോഴും മീഡിയം ഫേംനെസ് ഉള്ള ബെഡ് സെലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള പില്ലോ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കുറേ സമയം ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ ലോവർ ബാക്കിലൊക്കെ ഇട്ട് എന്തെങ്കിലും ഒരു ഡിസ്കംഫർട്ട്, മസിൽ ടെൻഷനൊക്കെ ഫീൽ ചെയ്യും. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു റിലീഫ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാൽമുട്ടിന്റെ അടിയിലും ഒരു പില്ലോ പ്ലേസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ലോവർ ബാക്ക് നമുക്ക് കുറച്ചൊന്ന് റിലാക്സ്ഡ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു സ്റ്റേജിന് ശേഷം മെല്ലെ അടുത്തൊരു സ്റ്റേജിലോട്ട് കിടക്കുമ്പോൾ മെല്ലെ ചെറിയ മൂവ്മെന്റ്സ്, എക്സസൈസസ്, ചെറുതായിട്ടുള്ള നടത്തങ്ങൾ അതുപോലെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറയുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ബെഡ് സൈഡ് എക്സസൈസസിന്, ലൈറ്റ് ആയിട്ടുള്ള ബെഡ് സൈഡ് എക്സസൈസ്, അതായത് ഐസോമെട്രി എക്സസൈസസിനെല്ലാം വളരെ പ്രാധാന്യം കൊടുക്കുക. അതുപോലെ നടക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം തന്നെ കൂടുതൽ സമയം നടക്കാതെ ഓരോ ദിവസത്തിലും മെല്ലെ നടത്തത്തിന്റെ ഒരു ഫ്രീക്വൻസി കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ചെറിയ ഇതുള്ള ബാക്ക് പെയിൻ, ചെറിയ മസിൽ പെയിൻ ഒക്കെ ഫീൽ ചെയ്യുകയാണെങ്കിൽ ചെറിയ ഇതുള്ള മസാജോ അതേപോലെ ഹോട്ട് വാട്ടർ ബാഗോ വെച്ചിട്ട് മെല്ലെ നിങ്ങൾക്കത് മാനേജ് ചെയ്യാവുന്നതാണ്. ലാസ്റ്റ് ആ ഒരു ഫേസിൽ, തേർഡ് ഫേസിലേക്ക് വരുന്ന സമയത്ത് മെല്ലെ നിങ്ങളുടെ ആക്ടിവിറ്റീസിലേക്ക് മടങ്ങിക്കോളാൻ ആ ഒരു അഡ്വൈസ് വരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജോലിക്കോ മറ്റു കാര്യങ്ങൾക്കോ പോകുന്നതിന് മുൻപ് പ്രോപ്പറായിട്ട് ഒരു ഫിസിയോ തെറാപ്പിസ്റ്റിന്റെ അഡ്വൈസോട് കൂടെ ശരിയായ രീതിയിലുള്ള സ്ട്രെങ്തനിങ് എക്സസൈസ് എല്ലാം ചെയ്ത് നിങ്ങളുടെ ആ മസിൽസ് എല്ലാം കറക്റ്റായിട്ട് കണ്ടീഷൻ ചെയ്തിട്ട്